കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം, കുറച്ചുകൂടെ ഹയർ ലെവൽ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4. എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4. അപ്പോൾ 3 ടേമിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നിന്ന് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ, ഡോ എഫ് ബൈ ഡോ ഇസഡ്. ഇവിടെ നമ്മൾ ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലായിരുന്നു നേരത്തെ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ തന്നേക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ തന്നേക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4 എന്നാണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ടേംസിൽ വേണം പാർഷ്യൽ ഡെറിവേറ്റീവിനെ എഴുതാൻ. അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് ഇവിടെ കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ ഇസഡ് ഇവിടെ കണ്ടുപിടിക്കണം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇസഡ് തന്നെ വരണം എന്നില്ല. ക്വസ്റ്റ്യനിൽ ഏത് ഫംഗ്ഷണൽ വേരിയബിൾ ആണോ തന്നേക്കുന്നത് അതനുസരിച്ച് വേണം പ്രോബ്ലം മാറ്റി എഴുതാൻ. സോ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഞാൻ എഴുതുവാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4. ഓക്കെ, നൗ ഡോ എഫ് ബൈ ഡോ എക്സ്. ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബാക്കി 2 വേരിയബിളായ വൈ ഇസഡ് ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4ൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ടേമിനെ മാത്രം ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ്. സോ 2x ഇൻറ്റു ബാക്കിയുള്ള ടേമിനെ എങ്ങനെ നിർത്തണം എന്നാണ് പറഞ്ഞത്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം എന്നാണ് പറഞ്ഞത്. അതായത് ആ ടേം അങ്ങനെ തന്നെ, അതായത് വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4 എന്നുള്ള രീതിയിൽ തന്നെ വരും. സോ ദ ആൻസർ ഈസ് 2x വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 4. ഓക്കെ, അതായിരിക്കും ഡോ എഫ് ബൈ ഡോ എക്സ്. നെക്സ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേമും എക്സിൻ്റെ ടേമും ഇസഡിൻ്റെ ടേമും എങ്ങനെ ഇരിക്കണം? കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. വൈയുടെ ടേം വെച്ചിന് ആ ടേമിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ വൈ ക്യൂബ് എന്നുള്ളതാണ് ടേം ഇവിടുത്തെ. വൈ ക്യൂബിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3 വൈ സ്ക്വയർ വരും. ബാക്കി എക്സ് സ്ക്വയറും ഇസഡ് റൈസ് ടു 4നെ അങ്ങനെ തന്നെ നിർത്താം. സോ എക്സ് സ്ക്വയർ ഇൻറ്റു ദെൻ വൈ ക്യൂബിൻ്റെ വൈ സ്ക്വയർ ദെൻ ഇസഡ് റൈസ് ടു 4 അങ്ങനെ തന്നെ നിർത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3, ആ കോൺസ്റ്റൻ്റ് ഞാൻ ആദ്യം എഴുതി, 3x സ്ക്വയർ വൈ സ്ക്വയർ ഇസഡ് റൈസ് ടു 4. അതായിരിക്കും ഡോ എഫ് ബൈ ഡോ വൈ. ദെൻ ഡോ എഫ് ബൈ ഡോ ഇസഡ് നോക്കാം. ഡോ എഫ് ബൈ ഡോ ഇസഡ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ എക്സിൻ്റെയും വൈൻ്റെ ടേംസിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു 4 ഇസഡ് റൈസ് ടു 3 അല്ലേ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് നമ്പറിനെ ഞാൻ ആദ്യം എഴുതണം. 4 ഇൻറ്റു എക്സ് സ്ക്വയർ വൈ ക്യൂബ് ഇസഡ് റൈസ് ടു 3. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ ഇസഡ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നൗ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അതായത് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ദെൻ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടുത്തെ വേരിയബിൾസ് ഏതാണ്? എക്സും വൈയും ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇസഡ് എന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണോ അതിൻ്റെയൊക്കെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എക്സാമിന് പ്രത്യേകം എടുത്ത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ വൈ എന്നുള്ള രീതിയിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് വേണം, ഡോ ഇസഡ് ബൈ ഡോ വൈ വേണം. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അതനുസരിച്ച് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതുക. നോ ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് എന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ, അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷനെ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കണം. പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേം ഏതാ ഉള്ളത്? ഇ റേസ് ടു എക്സ് മാത്രമാണ് ഇവിടുത്തെ എക്സിൻ്റെ ടേം. സൈൻ വൈ എങ്ങനെയാണ് നിർത്തണം? കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ റേസ് ടു എക്സിൻ്റെ ഡിഫറൻറ്റ്, ഇ റേസ് ടു എക്സിനെ അങ്ങനെ തന്നെ നിർത്തി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ദെൻ സൈൻ വൈ ഇൻറ്റു കോസ് വൈ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞേക്കുന്ന 2 ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ തേർഡ് ക്വസ്റ്റ്യൻ പറയണത് ഇഫ് ഇസഡ് ഈക്വൽ ടു
എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഹോൾ റേസ് ടു 8. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഹോൾ റേസ് ടു 8 എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് വേണം. ഓക്കെ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. ദെൻ ഡോ ഇസഡ് ബൈ ഡോ വൈ. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സും വേണം, ഡോ ഇസഡ് ബൈ ഡോ വൈയും വേണം. ഫസ്റ്റ് നമുക്ക് നോക്കാം ഡോ ഇസഡ് ബൈ ഡോ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഹോൾ റേസ് ടു 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നുള്ള രീതിയിലുള്ള ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരും? ഇവിടെ റേസ് ടു എന്നിൻ്റെ പ്ലേസിൽ വന്നിരിക്കുന്നത് 8 ആണ്. ഓക്കെ, ഇത് മൊത്തം ആദ്യം എക്സ് ആയിട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 8 ഇൻറ്റു എന്നിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 8 ഇൻറ്റു ഇനി ഈ ടേം അങ്ങനെ തന്നെ എഴുതി. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഇതിനങ്ങനെ തന്നെ എഴുതി. ദെൻ റേസ് ടു n മൈനസ് 1 ആണ് വേണ്ടത്. അപ്പോൾ 8 മൈനസ് 1 ഈസ് 7. ഇനി ഏത് ടേമിൻ്റെയും കൂടെ അപ്പോൾ ഓരോന്നും ടേം ബൈ ടേം ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എഴുതേണ്ടത്, മൾട്ടിപ്ലിക്കേഷനാണ് വരേണ്ടത്. സോ ആ ഫസ്റ്റ് ടൈം എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് വരും? 2x വരും. സോ 2x പ്ലസ് ദെൻ 5xൻ്റെ ദെൻ മൈനസ് 2y. മൈനസ് 2yയുടെ ഡിഫർ ടു എക്സ് ആണ് ചെയ്യേണ്ടത്. അവിടെ എക്സിൻ്റെ ടേം ഇല്ല, അതുകൊണ്ട് ഈ 2y എന്നുള്ള ഇത് കോൺസ്റ്റൻ്റ് ആണ്. ആ 2x പ്ലസ് y മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 8 ഇൻറ്റു ഈ രീതി തന്നെ എഴുതിയാൽ 8 ഇൻറ്റു ഇത് തന്നെ ആൻസർ. സോ 8 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഓൾ റേസ് ടു 7 ഇൻറ്റു 2x പ്ലസ് 5 ഇതായിരിക്കും ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ഓക്കെ, അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. ഡോ ഇസഡ് ബൈ ഡോ വൈ ഇവിടെ നോക്കിയാൽ ഇസഡ് എന്നത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് മൈനസ് 2y ആണ്, റേസ് ടു 8 ആണ്. അതിൻ്റെ വേണം വിത്ത് റെസ്പെക്ട് ടു y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയാണ് ഇതേ ഇക്വേഷൻ തന്നെ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ അതേ ഇക്വേഷൻ ഉപയോഗിച്ച് എക്സ് സ്ക്വയർ 8 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഓൾ റേസ് ടു 8 മൈനസ് 1 വരും, അതായത് 7. അപ്പോൾ ഫസ്റ്റ് ടൈം ഇത് സെയിം തന്നെ ഇതുപോലെ തന്നെ വരും. ഇനി എന്തിൻ്റെയും കൂടെ കാണണം? ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്ത് വന്നേക്കുന്ന ഈ ടേമിൻ്റെ വിത്ത് റെസ്പെക്ട് ടു y ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ടൈം നോക്കുക എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ എക്സിൻ്റെ ടൈമിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ 0. ഓക്കെ, 0. ദെൻ പ്ലസ് നെക്സ്റ്റ് ടൈം എന്താണ്? 5x 5 ഇൻറ്റു എക്സ്. അപ്പോൾ വൈയുടെ ടൈം ഇതിനകത്തില്ല. 5x മൊത്തം കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ദെൻ നെക്സ്റ്റ് ടൈമിൽ മൈനസ് 2y ആണ് വന്നേക്കുന്നത്. അവിടെ വൈയുടെ ടൈം ഉണ്ട്, അപ്പോൾ എക്സിൻ്റെ ടൈം ഇല്ല. മൈനസ് 2yയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? -2. സോ ആ ബ്രാക്കറ്റിനകത്ത് ഏത് മാത്രമേ വരുള്ളൂ? -2 എന്നുള്ള ടൈം മാത്രമേ വരുള്ളൂ. സോ ദ ആൻസർ ഈസ് -16. 8 ഇൻറ്റു -2 എന്നാണ് വരുന്നത്. അതായത് 8 ഇൻറ്റു -2 ഈസ് -16. -16 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y ഓൾ റേസ് ടു 7 ഇതായിരിക്കും ഇവിടുത്തെ ഡോ ഇസഡ് ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഇനി നമുക്കൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അത് ജാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കുറച്ച് ഹയർ ലെവലും കൂടെ നിങ്ങൾ നോക്കിയിരുന്നാലും നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്രോബ്ലം വന്നാലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ defined by f of xy equal to 2 into log x square y square e raised to y by x where x greater than 0, y greater than 0. Okay, then find the value of x into dou f by dou x plus y into dou f by dou y at any point xy. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, where x greater than 0, y greater than 0 is
ഡാഷ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 log x സ്ക്വയർ വൈ സ്ക്വയർ ഇ റേസ് ടു വൈ ബൈ എക്സ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 1-2 ലോഗിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞു വെച്ചാൽ ലോഗരിതത്തിൻ്റെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്തെഴുതി? എഫ് ഓഫ് എക്സ് വൈ എടുത്തെഴുതി. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2 log x സ്ക്വയർ വൈ സ്ക്വയർ ഇ റേസ് ടു വൈ ബൈ എക്സ്. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാലോ ലോഗ് ഓഫ് എ ഇൻറ്റു ബി ഇൻറ്റു സി. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? ലോഗ് ഓഫ് എ ബി സി. ലോഗ് ഓഫ് എ ബി സിയുടെ വാല്യൂ നമുക്കറിയാമല്ലോ. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി. ഈ കാര്യം അറിയാമല്ലോ. ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി. അപ്പോൾ ആദ്യം ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇ റേസ് ടു വൈ എന്നുള്ളതിന് ഇപ്പോൾ എ ബി സിയുടെ പ്ലേസിലാണ് ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇ റേസ് ടു വൈ ബൈ എക്സും കിടക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലോഗ് ഓഫ് ഓരോ ടൈം ആയിട്ട് 2 ഔട്ട്സൈഡ് ആണ്, അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് 2 ലോഗ് ഓഫ് ഓരോ ടൈം എഴുതുക. എയുടെ പ്ലേസിൽ ഇവിടെ എക്സ് സ്ക്വയർ, ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് ലോഗ് വൈ സ്ക്വയർ പ്ലസ് ലോഗ് ഇ റേസ് ടു വൈ ബൈ എക്സ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡെറിവേറ്റീവ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ജസ്റ്റ് ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയേക്കണം. ഇനി നമുക്ക് അറിയാം ലോഗ് ഓഫ് എ റേസ് ടു എന്നിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം. ലോഗ് ഓഫ് എ റേസ് ടു എന്നിൻ്റെ വാല്യൂ എൻ ലോഗ് എ ആണ്. എൻ ലോഗ് എ. ഓക്കെ, ലോഗ് ഓഫ് എ റേസ് ടു എൻ ഈസ് എൻ ലോഗ് എ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് എക്സ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഔട്ട്സൈഡ് ഉണ്ട്, ആ 2നെ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് എഴുതി. ലോഗ് ഓഫ് എക്സ് സ്ക്വയറിനെ ലോഗ് ഓഫ് എ റേസ് ടു എൻ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ വരും? എൻ ലോഗ് എ എന്നാണ് വരിക. അതായത് 2 log എക്സ് എന്ന് വരും. 2 log എക്സ്. ദെൻ നെക്സ്റ്റ് ടൈം ലോഗ് ഓഫ് വൈ സ്ക്വയർ എന്നതാണ്. ലോഗ് ഓഫ് വൈ സ്ക്വയർ ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 log വൈ ദെൻ പ്ലസ് ഇവിടെ ലോഗ് ഓഫ് ഇ റേസ് ടു വൈ ബൈ എക്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ലോഗ് ഓഫ് ഇ റേസ് ടു എക്സിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ലോഗ് ഓഫ് ഇ റേസ് ടു എക്സിനെ എക്സ് ലോഗ് ഇ എന്ന് എഴുതാം. അതായത് ലോഗ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന്. ഈ ഒരു ഇക്വേഷനും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ചെറിയ ക്ലാസ്സിൽ. ലോഗ് ഓഫ് ഇ റേസ് ടു എക്സിൻ്റെ വാല്യൂ എക്സ് ലോഗ് ഇ, അതായത് എക്സ് ആണ്. അപ്പോൾ എനിക്കിവിടെ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ലോഗ് ഓഫ് ഇ റേസ് ടു വൈ ബൈ എക്സിനെ എങ്ങനെ എഴുതാം? ഈ എക്സിൻ്റെ പ്ലേസിൽ വൈ ബൈ എക്സ് ആണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് മാത്രം എഴുതാമല്ലോ. അതായത് ഇവിടുത്തെ വൈ ബൈ എക്സ്. ലോഗ് ഓഫ് ഇ റേസ് ടു വൈ ബൈ എക്സിനെ എനിക്ക് എങ്ങനെ തന്നെ എഴുതാം? വൈ ബൈ എക്സ് എന്ന് എഴുതാം അല്ലേ? വൈ ബൈ എക്സ് എന്ന് എഴുതാം അല്ലേ? വൈ ബൈ എക്സ്. ഇനി ഞാൻ ഈ 2നെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം ഉള്ളിലേക്ക്. അപ്പോൾ 2 2s are 4. അപ്പോൾ 4 log x, then 4 log y, then 2y by x. അതാണ് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈനെ ഏത് രീതിയിൽ മാറ്റി എഴുതി? 4 log x പ്ലസ് 4 log y പ്ലസ് 2y by x എന്നുള്ള രീതിയിൽ മാറ്റി എഴുതി. നമുക്കറിയാവുന്ന കുറച്ച് റിസൾട്ടിൻ്റെ ബേസിസിൽ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന വാല്യൂ ഇതാണ്. എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ. അതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ ഡോ എഫ് ബൈ ഡോ എക്സ്. ആദ്യം ഏതാണ് വേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 4 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് ടൈം ലോഗ് എക്സ് ആണ്. എക്സ് ഓഫ് ലോഗ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ഈസ് ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? 4 log ഓഫ് 4 ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ലോഗ് എക്സിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 1 ബൈ എക്സ് ദെൻ പ്ലസ് അടുത്ത ടൈം നോക്കുക. ലോഗ് വൈ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ലോഗ് വൈയുടെ ടൈം കോൺസ്റ്റൻ്റ് ആക്കി വെക്കണം. അപ്പോൾ എക്സിൻ്റെ ടൈം അവിടെ ഇല്ല. അപ്പോൾ ലോഗ് വൈയുടെ ടു എക്സ് ചെയ്യുമ്പോൾ അത് 0 വരും. 4 ഇൻറ്റു 0 0 വരും. കോൺസ്റ്റൻ്റ് ടൈമാണ്. കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ പ്ലസ് നെക്സ്റ്റ് ടൈം 2 ഇൻറ്റു വൈ ബൈ എക്സ് ആണ്. ഇതിലേത് ടൈമാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക? 2y എന്നുള്ള ടൈം കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? 2y എന്നുള്ള ടൈം കോൺസ്റ്റൻ്റ് ആണ്. ദെൻ 1 ബൈ എക്സ് ആണ് ഇവിടെ വരുന്നത്. 1 ബൈ എക്സിൻ്റെ
അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. ഡി ബൈ ഡി എക്സ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് 1/x ഈസ് -1/x², അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/x ഈസ് -1/x². സോ അതിവിടെ ഞാൻ ഇവിടെ എന്താ എഴുതേണ്ടത്? 2y ഇൻറ്റു -1/x² എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എങ്ങനെ കിട്ടും? 4/x മൈനസ് 2y/x² എന്നതായിരിക്കും എൻ്റെ ∂f/∂x. അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇതുപോലെ തന്നെ ∂f/∂y കണ്ടുപിടിക്കുക. ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ x ഇൻറ്റു ∂f/∂xും y ഇൻറ്റു ∂f/∂y കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അതാണ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ∂f/∂y കണ്ടുപിടിക്കാം, അല്ലേ? ∂f/∂y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ആദ്യം ചെയ്തത്, വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു log x എന്താണ്? അപ്പോൾ ഈ ടേമിൻ്റെ വൈയുടെ ടേം ഇല്ല, അതുകൊണ്ട് എക്സിൻ്റെ ടേം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അറോ വരും. നെക്സ്റ്റ് ടൈം 4 ഇൻറ്റു log y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 അങ്ങനെ തന്നെ എഴുതി. log yയുടെ ഡെറിവേറ്റീവ് ഇവിടെ 1/y. ഇവിടെ നമ്മൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x എന്ന് എഴുതിയ പോലെ തന്നെ വൈയുടെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യുമ്പോൾ 1/y. ഓക്കെ, നൗ നെക്സ്റ്റ് ടൈം 2 ഇൻറ്റു y/x ആണ് ഇവിടെ വന്നത്. 2 ഇൻറ്റു y/xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ അവിടെ ഏതിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത്? എക്സ് എന്നുള്ള വേരിയബിളിനെയാണ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നത്. എക്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 2 കോൺസ്റ്റൻ്റ് ആണ്. y ഇൻറ്റു 1/x എന്നുള്ള ഫോമിലാണ് എക്സ് വന്നേക്കുന്നത്. അപ്പോൾ 2/x ആണ് അവിടുത്തെ കോൺസ്റ്റൻ്റ് ടൈം. 2/x ഇൻറ്റു y എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ 2/x ഇൻറ്റു 1 എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് ഒന്നുകൂടെ അറേഞ്ച് ചെയ്താൽ 4/y ദെൻ പ്ലസ് 2/x. അതിന് ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുത്തു. ഓക്കെ, നൗ ഫസ്റ്റ് ഇക്വേഷനെ ഞാൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, സെക്കൻഡ് ഇക്വേഷനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന റിലേഷൻ എഴുതാൻ പോകണം. അതായത് x ഇൻറ്റു ∂f/∂x പ്ലസ് y ഇൻറ്റു ∂f/∂y. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. y ഇൻറ്റു ∂f/∂y. ആദ്യത്തെ ഇക്വേഷനെ ഞാൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് രണ്ടും കൂടെ എന്നിട്ട് ആഡ് ചെയ്യുക. അതാണ് അതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ x ഇൻറ്റു എന്തായിരുന്നു? ∂f/∂x. ∂f/∂xൻ്റെ വാല്യൂ 4/x മൈനസ് 2y/x² ആയിരുന്നു, അല്ലേ? അതുപോലെ തന്നെ y ഇൻറ്റു ∂f/∂y എന്താണ്? കുറച്ച് മുമ്പ് ചെയ്താണ്. ∂f/∂y എന്ന് പറയുന്നത് 4/y പ്ലസ് 2/x, അല്ലേ? 4/y പ്ലസ് 2/x അതായിരുന്നു ∂f/∂y. ഇനി ഇത് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എക്സ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്യാം, അല്ലേ? അപ്പോൾ 4 മാത്രം വരും. ദെൻ മൈനസ് ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇതിനകത്തൊരു x² ഉണ്ട്. x² കൊണ്ട് ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിൽ x വരും. സോ ദ റിസൾട്ട് ഈസ് 2y/x. 2y/x വരും. നെക്സ്റ്റ് ടൈമിൽ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ y ക്യാൻസൽ ചെയ്തിട്ട് 4 മാത്രം വരും. ദെൻ പ്ലസ് അടുത്ത ടൈമിൽ y ഇൻറ്റു 2/x ആണ്. അതിനെ ഞാൻ 2y/x എന്ന് കിട്ടി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 4 + 4 8. ദെൻ 2y/xും ഇത് മൈനസ് ആണ്. ദെൻ 2y/x പ്ലസ് ആണ്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലേ? പ്ലസും മൈനസും ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. സോ ദ ആൻസർ ഈസ് 8. x ഇൻറ്റു ∂f/∂x പ്ലസ് y ഇൻറ്റു ∂f/∂y ഈക്വൽ ടു 8 എന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് f of xy ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to 10 x² minus y² all raised to k for every xy element of R2. Then find the value of y into ∂f/∂x plus x into ∂f/∂y. f of xy എന്നത് സിഗ്മ k ഈക്വൽ ടു 1 to 10 x² minus y² all raised to k ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഈ റിലേഷൻ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ റിലേഷനിൽ ∂f/∂x കണ്ടുപിടിക്കുക, ∂f/∂y കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ആദ്യത്തെ ഇക്വേഷൻ ഫോം ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ ഫോം ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ഇക്വേഷനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് വരുന്നതെന്ന് നോക്കാം. സോ f of xy എന്നത് എന്താണ്? സിഗ്മ k ഈക്വൽ ടു 1 to 10 x² minus y² all raised to k. ഇതാണ് ഫംഗ്ഷൻ. ഓക്കെ, f of xy എന്ന് പറയുന്നത് ഇതാണ് തന്നെ. ഫോർ എവറി xy എലമെൻറ്റ് ഓഫ് R2. ഇതാണ് ക്വസ്റ്റ്യൻ.
എഫ് ഓഫ് എക്സ് വൈ. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ എഫ് ബൈ ഡോ എക്സ് വേണം. ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഈ സിഗ്മയൊക്കെ കണ്ട് ഇതാവേണ്ട കാര്യമില്ല. നമുക്ക് അറിയാവുന്ന ഒരൊറ്റ റിസൾട്ട് മാത്രം, ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ആദ്യം പഠിച്ച റിസൾട്ട് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സിഗ്മ കെ ഈക്വൽ ടു 1 to 10 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു കെ ആണ്. അപ്പോൾ ഓൾ റേസ് ടു കെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണെന്നറിയാം. അപ്പോൾ ഇതറിയാവുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്യാം. ഡോ എഫ് ബൈ ഡോ എക്സ് സിഗ്മ കെ ഈക്വൽ ടു 1 to 10, അതിനെ അങ്ങനെ തന്നെ നിർത്തിയാൽ മതി. കെ ഈക്വൽ ടു 1 to 10 എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സ് റേസ് ടു എന്നിൻ്റെ പ്ലേസിൽ എന്താ വന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു കെ എന്ന് വന്നിരിക്കുന്നു. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതിന് എന്ത് മാറ്റാൻ വരിക? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഇവിടെ എന്താ വരും? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു എൻ മൈനസ് 1ൻ്റെ പ്ലേസിൽ ഇവിടെ എന്ത് എഴുതണം? കെ മൈനസ് 1. ഒപ്പം എന്തിൻ്റെ ആദ്യം എക്സ് സ്ക്വയർ ആണ്. ടു എക്സ് എന്നത് 2x ആണ്. ദെൻ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നത് 0 ആണ്. അപ്പോൾ വരുന്നത് എന്താണ്? 2x മാത്രമേ വരുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to 10. ഞാൻ ഈ 2xനെ ഞാൻ ആദ്യം എടുത്തെഴുതാണ്. 2x ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ മൈനസ് 1. ഇതായിരിക്കും ഇവിടുത്തെ ഡോ എഫ് ബൈ ഡോ എക്സ്. ഓക്കെ, ഇതുപോലെ തന്നെ ഡോ എഫ് ബൈ ഡോ വൈ കാണാം. ഡോ എഫ് ബൈ ഡോ വൈ ഈ സിഗ്മ അങ്ങനെ തന്നെ നിർത്താം. സിഗ്മ കെ ഈക്വൽ ടു 1 to 10 എന്ത് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ എന്ത് വരും? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു ഇനിയാണ് മാറ്റം വരിക. ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണത്. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു കെ. ഇത് ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ 0 ദെൻ മൈനസ് 2y 0 മൈനസ് 2y. അപ്പോൾ ഈ ടേം എഴുതിയില്ലെങ്കിൽ ഈ പ്രോബ്ലം തെറ്റും. സോ കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 2y എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് 2y അല്ലേ. അപ്പോൾ സിഗ്മ കെ ഈക്വൽ ടു 1 to 10. ഇതിന് ഞാൻ മൈനസ് 2yk എന്ന് ആദ്യം എഴുതണം. മൈനസ് 2yk ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഓൾ റേസ് ടു കെ മൈനസ് 1. ഓക്കെ, ഇങ്ങനെ എഴുതി. മൈനസ് 2yk ഇൻറ്റു അതായത് ഈ ടൈമിനെ അടുത്ത് ഇങ്ങോട്ട് എഴുതി അത്രയേ ഉള്ളൂ. 2yk ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ മൈനസ് 1. ഇനി ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു ഞാൻ. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ 1നെ നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത് എന്തിൻ്റെയാണ്? ഈ y ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഇക്വേഷനെ എനിക്ക് y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ഈ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ ഇക്വേഷനെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഈ ഇക്വേഷനെ ഞാൻ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാൻ എഴുതുകയാണ് y ഇൻറ്റു ഡോ എഫ് ബൈ ഡോ എക്സ് ദെൻ പ്ലസ് രണ്ടും കൂടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതുകയാണ് എക്സ് ഇൻറ്റു ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു അത് ഈ ഇക്വേഷനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ y ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to 10 2xk ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ മൈനസ് 1 ദെൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എക്സ് ഇൻറ്റു സിഗ്മ കെ ഈക്വൽ ടു 1 to 10 മൈനസ് 2yk ഇൻറ്റു അടുത്ത ടൈം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു കെ മൈനസ് 1. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ റിസൾട്ടായി. അപ്പോൾ നിങ്ങൾ നോക്കുക, സിഗ്മയ്ക്കകത്ത് 2xk ആണ് വന്നേക്കുന്നത്, ഇവിടെ സിഗ്മയ്ക്കകത്ത് മൈനസ് 2yk. ഈ സിഗ്മ നൊട്ടേഷൻ എന്തിനാണ് കൊടുത്തേക്കുന്നത്? സിഗ്മ കെ ഈക്വൽ ടു 1 to 10 കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഈ 2xനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ സിഗ്മ കെ ഈക്വൽ ടു 1 to 10 എന്നുള്ളതിൽ കേട് ടൈമിനെ അവിടെ നിർത്തുക, ഈ കേട് ടൈം തന്നെ ഈ ടൈമിനെ അവിടെ തന്നെ നിർത്തുക, ഈ മൈനസ് 2yനെ മാത്രം ഔട്ട് സൈഡ് എടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എങ്ങനെ വരും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ
y ഇൻറ്റു ഇവിടെ എന്താണ് സിഗ്മ k ഈക്വൽ ടു 1 to 10 2xk ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു k മൈനസ് 1 ആണ്. ഇതിൽ 2xനെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുന്നു, കാരണം ഈ സിഗ്മ എന്തിനു മാത്രമാണ് ബാധകമുള്ളൂ, കെയുടെ കാര്യം. അപ്പോൾ k അല്ലാത്ത ടേംസിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ 2xy ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to 10 and k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു k മൈനസ് 1. ഈ ടേം ഇവിടെ വരും. ദെൻ നോക്കാം മൈനസ് ആണോ പ്ലസ് ആണോ നോക്കാം. ദെൻ ഇവിടെ എക്സ് ഇൻറ്റു ഇതിനകത്ത് -2y, ഈ -2yനെ ഞാൻ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ -2yനെ ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ ഒരു ഔട്ട് സൈഡിലൊരു എക്സ് ഉണ്ട്, അപ്പോൾ -2xy വരും. ദാറ്റ് ഈസ് -2xy ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to 10. ബാക്കിയുള്ള ടൈം അങ്ങനെ തന്നെ. ഇവിടെ ഒരു k ഉണ്ട്, സോ k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു k മൈനസ് 1. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി 2xy ഇൻറ്റു സിഗ്മ k ഈക്വൽ ടു 1 to n k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു k മൈനസ് 1 -2xy ഇൻറ്റു k ഈക്വൽ ടു 1 to 10 k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ റേസ് ടു k മൈനസ്. രണ്ട് ടൈം ഒന്ന് തന്നെയല്ലേ, മൈനസ് ആണ് വന്നേക്കണമെന്ന് മാത്രം. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ടൈമാണ്, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ അത് വരും, വാല്യൂ 0 വരും. ഓക്കെ, അപ്പോൾ ഹയർ ലെവൽ ക്വസ്റ്റൻ ആണ്, IIT ജാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അതിനകത്ത് ആകെ ഒരു റിസൾട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. d/dx ഓഫ് x റൈസ് ടു n എന്നത് n x റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഈ സിഗ്മ നൊട്ടേഷനൊക്കെ വന്നേക്കണതാണ് ആകെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്നുള്ളൂ. പക്ഷേ ആകെ ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത്. സോ ദ റിസൾട്ട് ഈസ് 0. ഓക്കെ.